കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു കേട്ടോ. നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ കുറച്ചൊക്കെ തിരക്ക് കൂടുതൽ തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കിങ്ങനെ വരുമ്പോൾ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തുള്ള അത്തിമര ഗണപതിയെ ഒന്ന് പോയി തൊഴുത് അങ്ങനെ ഗോപുരവാതിൽ കടന്ന് വരാം. ഇന്നിപ്പോൾ പാലക്കാട് ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെയൊക്കെ തുടക്കം കുറിക്കലൊക്കെ ആയിരുന്നു ഗുരുവായൂരിൽ നിന്നുള്ള. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ആവും നമ്മുടെ ഗുരുവായൂരും. അതിൻ്റെ ഒക്കെ തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അപ്പുറത്ത് നോക്കുമ്പോൾ വലിയ ബലിക്കല്ല് കാണാം. ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതുപോലെ തന്നെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് ആ പീഠം കാണാം. അപ്പോൾ ഒന്ന് അദ്ദേഹത്തെ സ്മരിക്കാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ ആ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴുതാം. പിന്നീട് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നിങ്ങളെ വളരെ രസമായിട്ടുള്ള കാഴ്ചകളാണ്. നെയ്യ് വിളക്ക് ഇങ്ങനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ വിളക്കുകളിൽ നെയ്യ് പകർന്നിങ്ങനെ ആ തിരിയിലെ പ്രകാശം ഇങ്ങനെ എന്ത് രസമാണെന്നറിയോ. പാട്ട് പാടി കളിക്കുന്ന പോലെ ഉണ്ട് അങ്ങനെ തോന്നുമ്പോൾ. തിരിയുടെ ചാഞ്ചാട്ടങ്ങളാണ്, ദീപനാളങ്ങളിങ്ങനെ ചാടി കളിക്കുന്ന പോലെ. അങ്ങനെ നോക്കി വരുമ്പോൾ ഭഗവാന്റെ കാൽപാദങ്ങൾ കാണുന്നു. കാൽപാദങ്ങൾ കാണുമ്പോൾ എന്താ വെച്ചാൽ ഒരു കാല് വലത്തേ കാല് മുന്നോട്ട് വെച്ച് ഇടതേ കാല് പിൻഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ ഓടുകയാണെന്ന് തോന്നുന്നു. എവിടേക്കാണ് ഓടിപ്പോവുകയാണെന്ന് തോന്നുന്നു. അതന്നെ വെറുതെ അല്ല, അന്ന് ശ്രീലകത്തെ ആ ഒരു ദീപനാളങ്ങളും അങ്ങനെ ഓടുന്ന പോലെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണി കാണാണ്ട്, കിങ്ങിണിയുടെ ഞാന്നിങ്ങനെ കിടക്കണം ആ നൂലുകൾ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അരയിലൊരു കയറിൻ്റെ കെട്ട് കാണാണ്ട്. കയറിൻ്റെ കെട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കി വരുമ്പോൾ കയറിന് ആ ഒരു ചെറിയ ഉരല കാണാനുള്ള കേട്ടോ. ചെറിയ ഉരുളിനെ കെട്ടിയിട്ടുണ്ട്. അതിനെ വലിച്ചു ഓടുകയാണ് കേട്ടോ, വെറുതെ അല്ല. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാങ്ങാമാല, വളയം പോലത്തെ ഒരു മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ 3 എണ്ണം ഉണ്ട് ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴോ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ ഒരു ഓടക്കുഴലുണ്ട്, ഇടത്തെ കയ്യിൽ ഇങ്ങനെ അരയിൽ ഇങ്ങനെ വെറുതെ കുത്തിയിട്ടുണ്ട്. ഓടാനുള്ള തയ്യാറെടുപ്പാണ് ആ ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടി മാല ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാല 2 എണ്ണം ഉണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളതും തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ വലിയ 2 ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എന്ന് പറഞ്ഞാൽ തിക്കായിട്ട് ഇങ്ങനെ നല്ല കട്ടിയിലുള്ള മാലകളാണ്. അതും എന്താ വെച്ചാൽ വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളതും, താമരപ്പൂവും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, അങ്ങനത്തെ 2 ഉണ്ടമാലകൾ. അത് നല്ല വലിപ്പത്തിലാണ്. അപ്പോൾ അതിങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആളിങ്ങനെ വളരെ സന്തോഷത്തിൽ, ഇത് പിന്നെ ഉരുളിമ്മൽ കെട്ടിയിട്ട് വെച്ചിട്ടേക്ക് വിഷമമൊന്നുമില്ല, ഞാൻ എൻ്റെ പണി നോക്കി പോകും എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു കാഴ്ച. അതായത് ഉരുൾ കെട്ടിയതൊന്നും എനിക്കൊരു കുഴപ്പമില്ല അമ്മയെന്നാണ് യശോദാമ്മോട് പറയുകയാണ്. എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ എൻ്റെ പൊന്നോടക്കുഴലുണ്ട്, ഞാനിങ്ങനെ നടക്കാൻ പോവുകയാണ്. ആ ഒരു നടത്തത്തിൻ്റെ ആ ഒരു ഇതായിട്ടാണെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ശ്രീലകത്തെ ആ വിളക്കുകളിങ്ങനെ തിരുനാളങ്ങളിങ്ങനെ നൃത്തം ചവിട്ടുന്നത് പോലെ തോന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഉലഞ്ഞ് കത്തുകയാണ്. അപ്പോൾ വളരെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് ഭഗവാന്റെ ശ്രീലകത്തുള്ളത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ
സോപാനപ്പടിയിൽ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ ആ വലിയ ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നീട് നമ്മളിങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ ആലിലെ കണ്ണനെ കണ്ടു തൊഴാം. അങ്ങനെ നമ്മൾ വന്ന് സപ്തമാതാക്കളെ കണ്ടു തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശനെ കാണാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഗണേശനെ കാണുക. അങ്ങനെ കാണുമ്പോൾ നല്ല രസമായിട്ട് തന്നെയാണ് അവിടെ അലങ്കാരമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചുവന്ന ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുവന്ന അതിന് മുകളിലിങ്ങനെ ശരിക്കും എന്താ പറയുക, വരഞ്ഞ പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേപോലെ കൊമ്പൊക്കെ നല്ലതായിട്ടുണ്ട്, ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് അതിൻ്റെ മുകളിലുള്ള മാതിരി. പിന്നെ വലിയ ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട് ഗണപതി ഭഗവാൻ. അതേപോലെ മഞ്ഞ പട്ടുടുത്തിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഗണേശൻ്റെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുക. ഒരു മാലയുള്ളൂ കേട്ടോ. ഒന്ന് സരസ്വതി ദേവിയുടെ ഫോട്ടോത്തിന് ഒരു മാലയുള്ളൂ, കിടാവൾക്ക് കത്തി നിൽക്കണ്ട. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയിട്ട് ചെറിയ ഗണപതിനെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് നേരെ മേൽശാന്തിയിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ എടുത്ത് പിന്നീട് നമ്മൾ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് നേരെ വന്ന് അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വരിക. അവിടെ വരുമ്പോഴും അവിടെയും ധാരാളം പൂക്കളുണ്ട്, താമരപ്പൂവുകൾ മുകളിലിട്ടിട്ടുണ്ട്. അതേപോലെ തുളസിമാലകളുണ്ട്, നല്ല മുല്ലമൊട്ടുമാലകളുണ്ട്. അപ്പോൾ അവിടെയും വന്ന് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങളൊക്കെ കാണാം. അങ്ങനെ കണ്ട് വന്ന് കണ്ണനെയും കണ്ട് മുരുകനെ കണ്ട്, മുരുകൻ്റെ അവിടെ നിന്ന് കുറച്ച് ഭസ്മം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തൊന്നും മാലകളൊന്നും കാണാനില്ല, ഒരു കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയമർദ്ദന രൂപവും ആ ഉണ്ണിക്കണ്ണനെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ ഓവിന് അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴാം. എന്നിട്ട് കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ ഗോപുരത്തിൻ്റെ, അതായത് ആ കൊടിമരം ഇങ്ങനെ കാണാം, കൊടിമരം നോക്കി തൊഴാം. പിന്നെ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്ത അറയിൽ നോക്കിയിട്ട് ഭഗവാനെ, നൃത്തം ചെയ്യുന്ന ഭഗവാനെ മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് നോക്കുക. പിന്നീട് വരുമ്പോൾ നേരെ നമ്മൾ കുറൂരമ്മേനെയും നാരദരെയും ആ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയതിന് ശേഷം എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ കുറച്ച് തിരക്കുകളുണ്ട്. അതിനിടയിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ പോയാൽ നേരെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയുടെ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ചുവന്ന പട്ടുടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ണെഴുതി പൊട്ട് തൊട്ട് നല്ല വലിയ ചുവന്ന പൊട്ടാണെന്ന് ഉള്ളത്. പിന്നെ ധാരാളം വലിയ മാലകളുണ്ട്, സ്വർണത്തിൻ്റെ ആ കാശുമാല പോലത്തെ മാല ഉണ്ട്. അതൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടാണ് അമ്മ കാത്തിരിക്കുന്നത് മക്കളെ. ആരൊക്കെയാണ് എന്നെ കാണാനായിട്ട് വരുന്നത് നോക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അമ്മേനെ കണ്ട് തൊഴുക, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയിട്ട് നേരെ നമ്മൾ കാണുന്നത് മമ്മിയൂരപ്പനെയാണ്. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. പിന്നീട് അവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ദാമോദര സ്വരൂപത്തെ ഒന്നുകൂടി കാണാം. അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് വരുമ്പോൾ കൂത്തമ്പലത്തിലും വന്നൊന്ന് തൊഴുത് പ്രാർത്ഥിക്കാം, നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, ധാരാളം പൂക്കൾ മാലകളുണ്ട്, അതേപോലെ സ്വർണത്തിൻ്റെ കാശിമാല ഉണ്ട് വലുത്, പിന്നെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖമൊക്കെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, വളരെ കാതിലൊക്കെ ചെവിപ്പൂക്കളൊക്കെ വെച്ച് നല്ല രസമായിട്ട് തന്നെയാണ് അയ്യപ്പസ്വാമി നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ആ വേണുഗോപാല സ്വരൂപം കാണാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. വന്ന് നമ്മൾ ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപത്തെ ഒന്ന് കാണാം. പിന്നെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ വിഗ്രഹം ഒന്ന് കാണാനായിട്ട് നാരായണാലയത്തിൽ പോവാം. അതും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഭഗവതിയുടെ അവിടേക്ക് വീണ്ടും വന്ന് അവിടെ തൊഴാം. പിന്നീട് കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അത് കഴിഞ്ഞാൽ തെക്കേ നടയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കൂവളത്തെ കാണാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ തൊഴുത് കഴിഞ്ഞാൽ അവരുടെയും കൂടി അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ എന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. പിന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അനഘ, കൃഷ്ണ, രേവതി ഇൻറ്റേൺഷിപ്പ് എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടാനാണ് ഇൻറ്റേണൽ എക്സാമിന്. പിന്നെ സബിതയുടെ മകന് ജോലി സ്ഥിരത, നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. അർജുൻ കൃഷ്ണ മൂലം പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഉഷാകുമാരി മൂലം ഇടത് ചെവി കേൾവി ശരിയാവാൻ വേണ്ടിയിട്ടാണ്. വിജയലക്ഷ്മി തിരുവാതിര ശ്വാസം മുട്ടൽ മാറാൻ വേണ്ടിയിട്ടാണ്. ജയകൃഷ്ണൻ ചതയം മടിയൊക്കെ മാറിയിട്ട് ജോലി ശരിയായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പ്രശാന്ത് പൂരം, അത് അവർക്ക് വിശാഖപട്ടണത്തു നിന്ന് സ്ഥലം മാറ്റം നമ്മുടെ നാട്ടിലേക്ക് കിട്ടണമെന്നാണ് അവർക്ക്, കേരളത്തിലേക്ക് അടുത്തേക്ക്. അതേപോലെ അവരുടെ അമ്മ അജിത പൂരം, അവർക്ക് അസുഖം കുറച്ച് അധികമാണ്. അപ്പോൾ അതിനൊരു ശമനം, അസുഖം മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അമ്മയുടെ അസുഖം മാറാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലത് വരുത്താനായിട്ട് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഏത് സമയം ഉണ്ടാവാനായിട്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കാം. ഇനി നമുക്ക് ചെറിയൊരു കഥ. നമുക്കിന്ന് കൃഷ്ണനെ പറ്റിയിട്ട് തന്നെയാണ്. കൃഷ്ണൻ്റെ കഥ എല്ലാവർക്കും അറിയാം. യാദവവംശത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും മകനായി ജനിച്ച ശ്രീകൃഷ്ണ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 9ാവനായിരുന്നു. വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ബ്രഹ്മ, അത്രി, ചന്ദ്രൻ, ബദ്ധ, പുരൂരവസ്, ആയുസ്, നഹുഷ, യയാതി, യദു, സഹസ്രജിത്ത്, ശതജിത്ത്, ഹേഹയ, ധർമ്മ, കുന്തി, ഭദ്രസേനൻ, ധനക, കൃത്യാര, കൃതവന്ത, ജയധ്വജ, തലജംഗ, വീതിഹോത്ര, അനന്ത, ദുർജയ, യുദ്ധജിത്ത്, ഷിനി, സത്യക, സാത്വികി, യുയുധാന,
ജയ, കുണി, അനാമിത്ര, പുഷ്ണി, ചിത്രരഥ, വിഷുരഥ, ശുശ്രുത, ഹൃതിക, ശൂരസേന. ഇങ്ങനെ അവസാനം വസുദേവ ശ്രീകൃഷ്ണൻ അങ്ങനെയാണ് വരുന്നത്. ശൂരസേന രാജാവിന് മാരിഷ എന്ന ഭാര്യയിൽ വസുദേവൻ, ദേവഭാഗൻ, ദേവശ്രവസ്, അനകൻ, സൃജയൻ, കാകാണികൻ, ശ്യാമകൻ, വത്സൻ, കാവുകൻ, വസു എന്നീ 10 പുത്രന്മാർ ജനിച്ചു. ഈ 10 പുത്രന്മാരിൽ വസുദേവൻ കംസൻ്റെ സഹോദരിയായ ദേവകിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് രണ്ടാമതും രോഹിണി എന്നൊരു ഭാര്യയും ഉണ്ടായിരുന്നു. ആ രോഹിണി ബലഭദ്രൻ്റെ അമ്മയായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ പൂർവജന്മങ്ങൾ വരുണൻ്റെ ശാപത്താൽ കശ്യപ പ്രജാപതി ഭൂമിയിൽ വസുദേവനായിട്ട് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ അദിതിയും സുരസയാണ് ദേവകിയും രോഹിണിയായിട്ട് ജനിച്ചത്. ഇതുപോലെ ശ്രീകൃഷ്ണനും മുൻജന്മങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ധർമ്മജൻ എന്ന പ്രജാപതി ജനിച്ചു. അദ്ദേഹം വളരെ സത്യസന്ധനും വേദങ്ങളുടെ വിധിക്ക് അനുസൃതമായി ധർമ്മനിഷ്ഠ പാലിക്കാൻ ആഗ്രഹിച്ചവനുമായിരുന്നു. ദക്ഷപ്രജാപതിയുടെ 10 പുത്രിമാരെ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഹരി എന്ന 4 പുത്രന്മാർ ജനിച്ചു. കൃഷ്ണൻ, നരൻ, നാരായണൻ. ഹരിയും കൃഷ്ണനും മഹായോഗികളായി, നരനും നാരായണനും സന്യാസികളായി. ഹിമാലയ താഴ്വരയിലെ ബദരീകാശ്രമത്തിൽ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താനായി നരനാരായണന്മാർ 1000 വർഷം തപസ് അനുഷ്ഠിച്ചു. തപസ് അവസാനിപ്പിക്കാൻ ഇന്ദ്രൻ നിയോഗിച്ച ദേവസ്ത്രീകൾ അവരെ സമീപിച്ച് തങ്ങളുടെ ഭാര്യമാരായിട്ട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ദേവസ്ത്രീകളായ അവരുടെ അപേക്ഷയിൽ കോപാകുലനായ സന്യാസി നാരായണൻ അവരെ ശപിക്കാൻ പോകുമ്പോൾ നരൻ ഇടപെട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അപ്പോൾ നാരായണ മഹർഷി അവരോട് ഇങ്ങനെ പറഞ്ഞു: ഈ ജന്മത്തിൽ നിങ്ങൾ എൻ്റെ വ്രതം തപസ് സംരക്ഷിക്കണം. അങ്ങനെയെങ്കിൽ അടുത്ത ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റും. ദ്വാപരയുഗത്തിൽ ഞാൻ ദേവന്മാർക്ക് വേണ്ടി ഭൂമിയിൽ അവതരിക്കും. പിന്നെ നിങ്ങൾക്കും രാജകുമാരിമാരായി ജനിക്കാം. ഞാൻ യദുവംശത്തിൽ കൃഷ്ണനായി അവതാരമെടുത്ത് നിങ്ങളെയെല്ലാം വിവാഹം കഴിക്കും. ഭാഗവതത്തിലെ 4-ാം സ്കന്ധത്തിൽ അത് പറയുന്നുണ്ട്. അതനുസരിച്ച് യദുവംശത്തിൽ ശ്രീകൃഷ്ണനായിട്ട് നാരായണമുനി ജനിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹചാരിയായി നരമുനി അർജുനനായിട്ട് ജനിച്ചു. മഹാമുനിയായ ഭൃഗുവിൻ്റെ ശാപവും മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരമെടുക്കുന്നതിന് കാരണമായി. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ 100 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ മിക്ക ദേവന്മാരും കൊല്ലപ്പെട്ടു. തുടർന്ന് അസുരന്മാരുടെ ഗുരുവായ ശുക്രൻ അസാധാരണമായ ആയുധങ്ങൾ ശേഖരിക്കാൻ ആ സമയത്ത് കാവ്യമാത, അതായത് ദേവേന്ദ്രൻ വിഷ്ണുവിൻ്റെ അടുത്തെത്തി. അപ്പോൾ വിഷ്ണു അങ്ങനെ കാവ്യമാതയുടെ തല വെട്ടിക്കളഞ്ഞു. ഒരു സ്ത്രീയെ കൊന്നതിൽ ഭൃഗു കോപാകുലനായി. മഹാവിഷ്ണു അടുത്ത ജന്മം ഒരു പുരുഷനായിട്ട് ജനിക്കണമെന്ന് അദ്ദേഹം ശപിച്ചു. അങ്ങനെയുള്ള പറഞ്ഞതുപോലെയുള്ള വിവിധ കാരണങ്ങളാൽ മഹാവിഷ്ണു യാദവവംശത്തിൽ മനുഷ്യനായി വസുദേവൻ്റെ മകനായി ജനിച്ചു. അത് ദേവീ ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധത്തിലുണ്ട്. വാസുദേവൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ മധുരാപുരിയിലെ യാദവ രാജാവായ ശൂരസേനന് വാസുദേവൻ എന്നൊരു മകനും മറ്റൊരു യാദവ രാജാവായ ഉഗ്രസേനൻ്റെ സഹോദരനായ ദേവകൻ്റെ ചെറുമകളായും ദേവകി ജനിച്ചു. ദേവകി കംസൻ്റെ സഹോദരിയായിരുന്നു. 12 ഭാരങ്ങൾ, ഒരു പ്രത്യേക ഭാരം സ്വർണവും ഒരു രഥവും ശ്രീധരമായി നൽകിയിട്ടാണ് ദേവകിയെ വസുദേവന് വിവാഹം ചെയ്തു കൊടുത്തത്. വിവാഹ ഘോഷയാത്രയിലൊക്കെ കംസൻ വളരെ സാരഥിയായിട്ട് പ്രവർത്തിച്ചു. ആ സമയത്ത് ഒരു സ്വർഗീയ ശബ്ദം കംസനെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: അസ്യ ത്വം അഷ്ടഗർഭോ ഹന്ത, അവളുടെ 8ാമത്തെ മകൻ നിന്നെ കൊല്ലുന്നു. ആ സ്വർഗീയ ശബ്ദം കേട്ട ഉടനെ കംസൻ കോപത്താൽ ജ്വലിക്കുന്ന രഥത്തിൽ നിന്നും എഴുന്നേറ്റു. ദേവകിയുടെ മുടിയിൽ പിടിച്ച് കഴുത്ത് ഛേദിക്കാൻ വാൾ ഉയർത്തി. അപ്പോൾ വസുദേവൻ എല്ലാ സമാധാന വാക്കുകളൊക്കെ ഉപയോഗിച്ച് കംസനോട് പറഞ്ഞു. അപ്പോൾ ബാക്കി പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു ധാരണ എത്തി, ദേവകിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്, ഞങ്ങളെ ജീവിക്കാൻ വിടണമെന്ന്. അങ്ങനെയാണ് വാസുദേവൻ ദേവകിയായിട്ടുള്ള വിവാഹത്തിൻ്റെ ബാക്കി പത്രങ്ങൾ. പിന്നീട് ആണ് ഉണ്ടായ കഥകളൊക്കെ എല്ലാവർക്കും അറിയാലോ. 8ാമത്തെ പുത്രനായിട്ട് ഉണ്ണി കണ്ണനുണ്ടായതും കംസ നിഗ്രഹമൊക്കെ. അപ്പോൾ എന്തായാലും ചെറിയ കഥകളാണ്, എല്ലാവരും കേൾക്കുക.
എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.